റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പേരിട്ടു. ജനനം കഴിഞ്ഞ് മുഹമ്മദ് എന്ന പേര് വിളിച്ചു. അത് കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ആമിന കുട്ടിയെ കൊടുത്തയച്ചു. അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷത്തോടു കൂടി കുട്ടിയെയും എടുത്തുകൊണ്ട് കാബയ്ക്കുള്ളിൽ പ്രവേശിച്ചു. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 7-ാം ദിവസം നമ്മൾ ഇന്ന് അഖീഖ അറുക്കുന്നത് പോലെ ഈ കുട്ടിക്ക് വേണ്ടി അഖീഖ എന്ന അറുത്തു. ഖുറൈശികളെയൊക്കെ വിളിച്ചു. ഈ മുഹമ്മദ് എന്ന പേര് അവർക്കിടയിൽ പരസ്യപ്പെടുത്തി. എന്ന ആളുകൾ ചോദിച്ചു, എന്താണ് ഈ പേരിന്റെ വിഷയത്തിലൊക്കെ നമുക്ക് സുപരിചിതമായ സംഭവമാണ്. എന്താണ് ഈ ജനനത്തിന്റെ സമയത്ത് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും സ്വഹിയായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ആമിന ആ ജനന സമയത്ത് ഒരു പ്രകാശം കണ്ടു. അതിൽ നിന്ന് ഷാമിലെ രാജാക്കന്മാരുടെ കൊട്ടാരം ആ പ്രകാശത്തിലൂടെ അവർ കണ്ടു. അത് സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാവാ തടാകം വറ്റി വരേണ്ടത്, അതുപോലെ തന്നെ കിസ്രയുടെ കൊട്ടാരത്തിന് ചില കൊത്തളങ്ങൾ, ചില ബാൽക്കണികൾ അത് തകർന്നു വീണത്, സിംഹാസനത്തിന്റെ പലതും പ്രശ്നമുണ്ടായി, ഇതൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വേറെ പലതും പല രൂപത്തിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിൻ്റെയൊക്കെ സിഹത്തും ദ്വാഫും വേർതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു പ്രശ്നം പ്രവാചകത്വത്തിന് തുടക്ക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് ശേഷമുള്ള ഏതൊരു സംഭവത്തെയും സിഹത്തും ദ്വാഫും വേർതിരിക്കാൻ നമുക്ക് പ്രയാസം ഏതുമില്ല. പക്ഷെ അതിനു മുമ്പുള്ള സംഭവങ്ങളിൽ ഇപ്പോ പ്രവാചക ചരിത്രം രേഖപ്പെടുത്തിയ പ്രധാനമായുള്ള ഇബ്നു ഹിഷാം, അതുപോലെ തന്നെ ഇബ്നു ഇസ്ഹാഖ്, സീറത്തു ഇബ്നു ഹിഷാം, സീറത്തു ഇബ്നു ഇസ്ഹാഖ്, ഇവ രണ്ടുമാണ് പ്രവാചക ചരിത്രത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് പോയി കഴിഞ്ഞാൽ ആധികാരികമായി നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയ സ്രോതസ്സുകൾ. പക്ഷെ ഇവയിലൊക്കെ ഒരുപാട് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം എന്നല്ലാതെ പൂർണ്ണമായി നമുക്കതിൻ്റെ ഒരു സിഹത്ത് നോക്കാൻ സാധിക്കാൻ അതിന് പറ്റിയ വഴികളില്ല എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെയുള്ള രൂപത്തിൽ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല ഈ ഇസ്രായേലിയ പല രൂപത്തിലുള്ള പ്രവാചക മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മുൻകാല സംഭവങ്ങളൊക്കെ പറയുമ്പോൾ മുഫസ്സിറുകൾ അടക്കം മുൻകാല സംഭവങ്ങൾ യഹൂദികളും നസ്രാനികളും ഉദ്ധരിച്ച അവരുടെ കഥകളിലുള്ള കഥകൾ അപ്പടി ഉദ്ധരിക്കുന്നതും കാണാൻ കഴിയും. അവയൊക്കെ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലിയാത്തുകളാണെങ്കിൽ പിൽക്കാലത്ത് മനസ്സിലാക്കാൻ കഴിയും. അവയിൽ ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നത് നമുക്ക് സ്വീകരിക്കാം. അവയല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാം? കള്ളമാണ് എന്ന് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കള്ളവുമല്ല സത്യവുമല്ല, അതങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം എന്നേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് കുറച്ച് കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുമായി ബന്ധപ്പെട്ട് തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുണ്ട്. എന്താണ് ആ പേര്? അഹ്മദ് എന്നായിരുന്നു ആ പേര്. ഈസാ അലൈഹിസ്സലാം സമൂഹത്തോട് പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ പെട്ടതുകൂടിയാണ് അഹ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സൊഫിലെ 6-ാമത്തെ ആയത്തിൽ വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അത് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞത് തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടും പിന്നീട് വരാനുള്ള അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്, ഞാൻ വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, പല പേരുകൾ പ്രവാചകനുണ്ട്. ജുബൈർ ബിൻ മുത്അയിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വന്തം പേരുകൾ പറഞ്ഞത്. ഇന്നലി അസ്മാ, എനിക്ക് ഒരുപാട് പേരുകളുണ്ട്. അന മുഹമ്മദ്, അതിലൊന്ന് എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. വ അന അഹ്മദ്, അഹ്മദും എൻ്റെ പേരാണ്. വ അനൽ മാഹി, മാഹി എന്ന് പറയുന്ന പേരും എന്റേതാണ്. അല്ലദീ യംഹുല്ലാഹു ബി അൽ കുഫർ, കുഫറിനെ മായ്ച്ചു കളയുന്നവൻ എന്ന അർത്ഥത്തിൽ മാഹി എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുന്നവൻ. അങ്ങനെ മാഹി എന്ന പേര് എനിക്കുണ്ട്. വ അനൽ ഹാഷിർ, ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ഹാഷിർ എന്ന പേര് എനിക്കുണ്ട്. അല്ലദീ യുഹ്ശറു നാസു അലാ ഖദമി, ആഖിറത്തിൽ ആളുകളൊക്കെ എൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു എന്നതുകൊണ്ട് ഹാഷിർ എന്ന പേരുണ്ട്. എനിക്ക് ശേഷം ഇനി ഒരു നബിയും വരാനില്ല എന്നതുകൊണ്ട് തന്നെ വ അനൽ ആഖിബ്, ഞാനാണ് അവസാനത്തവൻ, ഏറ്റവും അവസാനം ആഖിബ് എന്ന പേരും എനിക്കുണ്ട് എന്ന് സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിനോട് സ്വീകരിക്കേണ്ട ഒരു നിലപാട് കൂടി സ്വഹീഹായ ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് നമുക്ക് ഉപയോഗിക്കാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തസമ്മൗ ബിസ്മി, നിങ്ങൾ എൻ്റെ പേര് കൊണ്ട് പേരിട്ടോളൂ, പ്രശ്നമില്ല. പക്ഷേ വലാ തുകന്നു ബി കുനിയതി, നിങ്ങൾ എൻ്റെ കുഞ്ഞത്ത് കൊണ്ട്, എൻ്റെ വിളിപ്പേര് കൊണ്ട് നിങ്ങൾ വിളിപ്പേര് വിളിക്കരുത്. റസൂലിന്റെ വിളിപ്പേര് പിൽക്കാലത്ത് ജനിച്ച ഖാസിം എന്ന മകനിലേക്ക് ചേർത്ത് അബുൽ ഖാസിം, ആ പേര് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ത്വാഹ, ത്വാഹ എന്നുള്ളതൊരു പേരല്ല.
ത്വാഹ, യാസീൻ എന്ന് തുടങ്ങിയ ആളുകൾ അത് പേരായി മനസ്സിലാക്കാറുണ്ട് എങ്കിലും അത് വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരല്ല. അത് സ്വാഭാവികമായിട്ടും സൂറത്ത് ത്വാഹ എന്ന് പറയുന്ന സൂറത്തിന്റെ അഭിസംബോധന രീതി നോക്കുമ്പോൾ അങ്ങനെ പേരായി തെറ്റിദ്ധരിച്ചതാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. അപ്പൊ ആദ്യം ത്വാഹ എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു നിനക്ക് ഞാൻ ഖുർആൻ അവതരിപ്പിച്ചത് നീ ബുദ്ധിമുട്ടാൻ വേണ്ടിയല്ല, നീ ക്ലേശം അനുഭവിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അതൊരു പേരായി ധരിച്ചതാണ്. ത്വാഹ, യാസീൻ, അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ 29ഓളം അധ്യായങ്ങൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലാഹു അഅലം എന്നാണ് പറയുന്നത്. യാസീനും അതുപോലെ തന്നെ. അതൊക്കെ ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലാഹു തുടങ്ങുന്നത്. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് അതിന് പറയുക. ഹുറൂഫുൽ മുഖത്തഅ, മുഖത്തഅ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിയത്, മാറ്റി നിർത്തപ്പെട്ടത്, ഭിന്നിച്ചത്, ഒരുമിച്ച് കൂട്ടപ്പെടുക. അഥവാ ഈ അക്ഷരങ്ങൾ തമ്മിൽ ബന്ധം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അലിഫ് ലാം മീം എന്താ അതിനുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ നമുക്കത് അറിയില്ല. മാത്രമല്ല ഇതിനൊക്കെ ശേഷം വരുന്ന കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് ശേഷം പറഞ്ഞതൊക്കെ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് അധികവും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ, യാസീൻ വൽ ഖുർആനിൽ ഹകീം, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിനൊക്കെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് അല്ലാഹു തആലയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞ വിവിധ അഭിപ്രായങ്ങളിൽ നിന്ന് ഏറ്റവും പ്രബലമായ അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.